ഹലോ ഗൈസ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നെല്ലിക്ക കൊണ്ട് നെല്ലിക്ക ക്യാൻഡി ഉണ്ടാക്കുകയാണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് നെല്ലിക്കേനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായി കഴുകിയ നെല്ലിക്ക ഒരു ഇഡ്ഡലി പാത്രത്തിലിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. പിന്നെ നെല്ലിക്കേനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നെല്ലിക്ക നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം എല്ലിനും പല്ലിനും നല്ലതാട്ടോ. പിന്നെ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഉദരാശയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അകറ്റാൻ നന്നായി സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. അതുമാത്രമല്ല കേട്ടോ, വിറ്റാമിൻ സി അടങ്ങിയത് കൊണ്ട് രോഗപ്രതിരോധ ശേഷിയും കൂട്ടും. പിന്നെ നമ്മുടെ ചർമ്മത്തിനും മുടിക്കും കണ്ണിനും ഏറ്റവും നല്ലതാട്ടോ നെല്ലിക്ക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. അപ്പം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള നെല്ലിക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒന്ന് കളയണം. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. പേസ്റ്റ് പോലെ ആക്കണം. ഒരു തരി പോലും അരയാതിരിക്കാൻ പാടില്ല. എല്ലാം നന്നായി അരഞ്ഞ് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മിക്സിയിൽ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇത് തനിയെ അരഞ്ഞോളും. അത്രയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരടി കട്ടിയുള്ള പാത്രം എടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്കനെ ആ പാത്രത്തിലോട്ട് ചേർത്ത് പിന്നെ കുറച്ച് ശർക്കരയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ചെറിയ തീയിലാട്ടോ വെക്കേണ്ടത്. നന്നായിട്ട് ഇളക്കിയിട്ട് വെക്കുക. ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചൊരു മധുരം ചേർക്കണം. മധുരം എന്തായാലും അത്യാവശ്യമാണ്. ഇത് ചെറിയൊരു കയ്പ്പ് രസവും പിന്നെ അതേപോലെ മധുരം കൂടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് മധുരം ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പനങ്കൽക്കണ്ടാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയും അങ്ങനെയൊന്നും ചേർക്കണ്ട. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. കൈ വിടാണ്ട് ഇളക്കണം. എന്നാലാണ് ഇത് നന്നായി സെറ്റായിട്ട് വരും. നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നെല്ലിക്കയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കോൺഫ്ലവറിൻ്റെ വെള്ളം നമ്മുടെ നെല്ലിക്കയിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ തീയിലാണ് കത്തേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് കൈ വിടാണ്ട് ഇളക്കുക തന്നെ വേണം. അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലുള്ള സമയമാണിപ്പോൾ. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് നന്നായിട്ട് ഇളക്കേണ്ടത് കേട്ടോ.
ഇപ്പം നമ്മുടെ നെല്ലിക്ക കാൻഡി നന്നായിട്ട് വന്നിട്ടുണ്ട്, കളറും എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ നിന്ന് വേർതിരിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു പാത്രത്തിൽ എണ്ണയോ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ക്യാൻഡി അതിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടോർക്കാൻ തന്നെ ചെയ്യണം. സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്താൻ നല്ല പണിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ നല്ല വിറ്റാമിനും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് ഇത് ദിവസം ഓരോന്ന് വെച്ച് കഴിച്ചാലും നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.